കാനഡ എല്ലാവരുടേതുമാണെന്നും വിദ്വേഷത്തിന് ഇടമില്ലെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് കുടിയേറ്റത്തെ അനുകൂലിക്കുന്നവർ തെരുവിലിറങ്ങിയതോടെ കാനഡ ഫസ്റ്റ് മൂവ്മെന്റ് സംഘടിപ്പിച്ച ആന്റി ഇമിഗ്രേഷൻ റാലി പാളി. ജനുവരി 10 ശനിയാഴ്ച ഉച്ചയോടെ ടൊറന്റോയിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. നേതൻ ഫിലിപ്പ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ ഭവനരഹിതർക്കും ആരോഗ്യ മേഖലയ്ക്കും നൽകേണ്ട പണം കുടിയേറ്റക്കാർക്കായി ചിലവഴിക്കുന്നു എന്നായിരുന്നു ആന്റി ഇമിഗ്രേഷൻ റാലി നടത്തിയവരുടെ പ്രധാന ആരോപണം. എന്നാൽ ഇതിനെതിരെ കമ്മ്യൂണിറ്റി സോളിഡാരിറ്റി പ്രവർത്തകർ രംഗത്തെത്തിയതോടെ കളം മാറി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കുടിയേറ്റക്കാരെ പഴിക്കുന്നത് വംശീയതയാണെന്ന് കുടിയേറ്റത്തെ അനുകൂലിച്ച് അണിനിരന്നവർ വാദിക്കുന്നു. നഗരത്തിൽ ഭയം പടർത്താനുള്ള ശ്രമമാണിതെന്ന് സിറ്റി കൗൺസിലർ നേതൻ ഷാൻ പറഞ്ഞു. കുടിയേറ്റക്കാർക്കൊപ്പം നഗരം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ കുടിയേറ്റത്തിനെതിരെ അണിനിരന്നവരെക്കാൾ വലിയ ശക്തിയായി കുടിയേറ്റക്കാരെ അനുകൂലിക്കുന്നവരുടെ ശബ്ദം ഉയർന്നതാണ് നഗരം കണ്ടത്. കാനഡയിലെ മലയാളി ശബ്ദം.